നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ടോക്കൺ ലഭിക്കാത്തതിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. വരണാധികാരിക്കും പോലീസിനുമെതിരെയാണ് പരാതി നൽകുക. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നും കളക്ടർ K. ഇമ്പശേഖർ വിവേചനം കാണിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പ്രതികരണം. കാസർഗോഡ് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ടോക്കൺ ലഭിക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ഇന്നലെ കളക്ടറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധം. വരണാധികാരിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നീതിപൂർവമല്ലാതെ പ്രവർത്തിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാനിവിടെ 10 മണിക്ക് കളക്ടറേറ്റ് തുറക്കുമ്പോൾ 9 മണി തൊട്ട് ഞാൻ സ്റ്റാൻഡ് ചെയ്യാണ്. 10 മണിക്ക് കളക്ടറേറ്റ് തുറക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ഞാനാണ്. എനിക്ക് ഒന്നാമത്തെ കൂപ്പൺ കിട്ടണം. പക്ഷെ കളക്ടർ വിവേചനപരമായി പെരുമാറി. അത് ഒരു റിട്ടേണിംഗ് ഓഫീസറെ ചേർന്നതല്ല. ഈ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണങ്ങളെ തള്ളി LDF സ്ഥാനാർത്ഥി വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്ന് MV ബാലകൃഷ്ണൻ. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തും പറയാം, വസ്തുതാവിരുദ്ധമായിട്ട് എന്തും പറയാം. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല, കാരണം കളക്ടറാണ് നിശ്ചയിച്ചിട്ടുള്ളത്. LDF പ്രതിനിധി അസീസ് കടപ്പുറം 7 മണിക്ക് തന്നെ കളക്ടറേറ്റിൽ എത്തിയതായാണ് LDF പറയുന്നത്. 9 മണിയോടെ രാജ്മോഹൻ ഉണ്ണിത്താനും എത്തി. ആദ്യം എത്തുന്നയാൾക്ക് 10 മണിക്ക് ടോക്കൺ നൽകുമെന്നാണ് കളക്ടർ അറിയിച്ചത്. റിപ്പോർട്ടർ, കാസർഗോഡ്.